Hello everyone, welcome to my channel. So this is a small day in our life. ഫ്ലൈറ്റ് ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് കണ്ടാലോ. ഇപ്പം നമ്മൾ താമസിക്കുന്ന പുതിയ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ സോയാബീൻ റോസ്റ്റാണ്. നല്ല ബീഫ് വരട്ടിയ പോലത്തെ സോയാബീൻ റോസ്റ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ പണിയെന്ന് പറഞ്ഞു വെച്ചാൽ പുറത്ത് എല്ലാ ക്ലീനിങ്ങും സ്റ്റെപ്പ് ഫുള്ള് കഴുകി ക്ലീൻ ചെയ്ത് പുറത്ത് നിൽക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ടേ അമ്മ ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇത് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വീഡിയോ ഞാൻ കാണിക്കാം. കണ്ടോ, അങ്ങനെ ആ ചെടിക്ക് മഞ്ഞൾ തൊട്ട് പോയേക്കരുത്. അതിലും ചെടി നടുന്നതും അതിനെ പരിപാലിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഇവിടെ അമ്മയ്ക്ക് ചെടിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ എൻ്റെ നിർബന്ധത്തിനാണ് അമ്മ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. അങ്ങനെ ചെടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഈ സോയാബീൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇത് കുതിർത്ത് വെച്ചേക്കുന്ന സോയാബീൻ അല്ലേ? ഇത് കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്ത് ചൂടുവെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത സോയാബീനാണിത്. ഈ സോയാബീൻ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് അധികം ഉണ്ടല്ലോ, ഒരു ഇച്ചിരി കുറച്ച് അളവ് എനിക്ക് അറിഞ്ഞില്ല. ഒരുപാട് പേർക്ക് വെക്കുന്ന അളവാണ്, കുറച്ച് അളവ് എനിക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മളുപോലെ ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി അങ്ങനെ വറുത്ത് കോരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് ഫ്രൈ ആയി വരുന്നതാ ഇഷ്ടം. ഫ്രൈ ആയോ അമ്മച്ചി? ബാക്കി കടുക് പൊട്ടുമ്പോൾ നമ്മൾ സവാള വെക്കുന്ന സവാളയാണ്. ചെറിയ 2 സവാളയുണ്ട്. ഒഴിച്ച് വെച്ച് പേസ്റ്റാണ് ഇട്ടത്. ഇതിൻ്റെ പച്ച മാറുന്നിടം വരെ നമ്മൾ വെളിച്ചെണ്ണ മൂത്ത മണം വരുമ്പോൾ ഏറ്റവും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിതൊന്ന് വരട്ടണം. അല്ലെങ്കിൽ ഏകദേശം ഇത്രയൊന്ന് മൂപ്പിക്കണം. അതിൻ്റെ ഒരു ബ്രൗൺ കളറാവുന്ന നമ്മളിങ്ങനെ വഴറ്റണം. അതാണ് ശരിക്കുള്ള ഗ്രേവിയായിട്ട് വരിക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സോയാബീന് അതിനകത്ത് ചേർക്കും. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം പാകം. എരി അധികമില്ല.
കറക്റ്റ് ഗ്രേവിയുണ്ട്. നമ്മളൊരു ഇച്ചിരി ലേശം സോസ് ഒഴിച്ചു കൊടുക്കും. സോസ് ഒഴിച്ച് നമ്മൾ ബാക്കി വെച്ചിരിക്കില്ലേ ഇട്ട് കൊടുക്കുക. ഇപ്പം അതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. കറി നമ്മൾ രുചി നോക്കാതെ തന്നെ അതിൻ്റെ മണത്തിലറിയാം കറി പാകമാണോ, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ. ഏകദേശം ആ മണം വന്നിട്ടുണ്ട്. അതെന്താ? സലാഡും പപ്പടവും. സോയാബീൻ സലാഡ് പപ്പടം. അടച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ.